and we are going to Osaka. Osaka. And this pink is for Amma. Look at that. Look at that. Mama, look that. Oh, sky. Looks beautiful, huh? Yeah. Okay. Look, Jesus Christ. Jesus Christ told you. Who's told you about Jesus Christ? Do you know Krishna Rana? Okay. Now, what is Acha doing? Let's pass to Acha. Hey, Acha. Hello. How are you? I'm good. Okay, നമ്മൾ എങ്ങോട്ടാ പോകുന്നേന്ന്? നമ്മള് ഓസാക്കയിലോട്ട് പോകുന്നു, ടോക്കിയോന്ന്. ഓസാക്കയിൽ ടോക്കിയോ. Yes. Okay. എത്ര കിലോമീറ്ററാ? 520 കിലോമീറ്റേഴ്സ് ഉണ്ട്. Okay. അപ്പൊ നമ്മള് ഏകദേശം ഒരു 8 hours plus എടുക്കും. ആണോ? Okay. സ്ട്രേറ്റ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് വീണ്ടും നിർത്തി പോകുന്നുണ്ട്. അതിൽ കൂടുതൽ സമയം എടുക്കും. പിന്നെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാം. അപ്പം ഒരു ലോങ് ജേർണിയാണ്. മിക്കവാറും ഡേ മൊത്തം ട്രാവൽ ആവാനുള്ള ചാൻസ്. അപ്പൊ നമ്മൾ റോഡ് ട്രിപ്പ് ആണ്. യെസ്. Okay. എന്താണ്? What do you want? Ara, what are you doing? Are you excited about the trip? Yes. Traffic. നമ്മളിപ്പോൾ ഒരു സർവീസ് ഏരിയ ഇത് 2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് ഒരു സർവീസ് ഏരിയയിൽ എത്തിയാണ്, ഹൈവേയിൽ. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ വലിയ സർവീസ് ഏരിയ ഇല്ല, ചെറുതാണ്, ചെറിയൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളൂ. പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ. ചുറ്റും മലകൾ. ടോക്കിയോ എന്നുള്ള ആ ഒരു സിറ്റി എല്ലാം വിട്ട് കുറച്ചും കൂടി ഒരു അകത്തോട്ട് വന്നു. എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളി വ്യൂ അല്ലേ? 2 സൈഡിലും മലകളും അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ഹൈവേ പാസ് ചെയ്യുന്നു. വീണ്ടും അടുത്ത ടണലാണല്ലോ. ഒരുപാട് ടണലുകളാണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. ഇനിയും ഒരു 300+ കിലോമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ വേറൊരു സർവീസ് ഏരിയ, പാർക്കിംഗ് ഏരിയയിലെത്തി. ഹൈവേയിലല്ല, ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്യണം ആദ്യം. അപ്പോൾ ഇതാണ് ഈ സർവീസ് ഏരിയൻ്റെ അകത്തുള്ളൊരു ഷോപ്പ്. ഒന്നല്ല, ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇവിടെ ഫുഡ് കോർട്ടുണ്ട്, സോനിയാൻ്റെ ഷോപ്പുണ്ട്, പിന്നെ ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പുണ്ട്. ഇത് എന്തൊക്കെയോ ഫുജിയുടെയാണെന്ന് തോന്നുന്നു. എന്തോ ഒരു ഹാംബായ് കോർണറാണ്. നമ്മൾ ഫുഡ് കോർട്ടിലോട്ടാണ് പോകുന്നത്. ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ട്രാവൽ ചെയ്യാം. ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തത് എന്തായിരുന്നു? ഹമാമത്സു ഗ്യോസ ഷോയു റാമൻ സെറ്റ് മീലും പിന്നെ ആരവിന് ഷോയു വിത്ത് റോസ്റ്റ് പോർക്ക്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ഫുഡ് റെഡി ആയി. ഓക്കെ ഓക്കെ, നമ്മൾ സ്പൂൺ എടുത്തു. ഹഷി 2 എടുത്തു. ഇതാണ് ഒരുപാട് ഇങ്ങനെ കൊണ്ടുപോകും. ആരെയും കൂടി വിളിക്കേണ്ടി വരും. ഓക്കെ 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 ഗൈസ്, ഫുഡ് എത്തി. ഞാനവന് എന്താ വേണ്ടത്? ചോപ്സ്റ്റിക്ക് ഞാൻ എന്താ? ഓക്കെ, ആരും എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഓക്കെ, നമുക്ക് ഇനി ഫുഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, യു വാണ്ട് അഗെയിൻ? വിശക്കുണ്ടാണ്. നമ്മൾ ഷോയു റാമൻ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ജാപ്പനീസ് നൂഡിൽസാണ്. ഇതിൻ്റെ അകത്ത് ഷോയു സോസ് ഒഴിച്ചിട്ടാണ് അവന്മാരത് ഉണ്ടാക്കുന്നത്. സംഭവം നല്ല ടേസ്റ്റാണ്. ആരോ കഴിക്കുന്നതിൻ്റെ അകത്ത് കുറച്ച് പോർക്കിൻ്റെ സ്ലൈസും കൂടി ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ച് എന്തൊക്കെയോ ഇത് സവാള, ഉള്ളി, ഇത് സീവീഡല്ല, സീവീഡ്. പിന്നെ ഇതെന്താണെന്ന് അറിയില്ല, എന്തോ ഒരു വെജിറ്റബിൾസാണ്. അങ്ങനെ രണ്ടാമത്തെ സ്റ്റോപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വീണ്ടും ഹൈവേയിലോട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് കാണുന്ന കേട്ടോ പാർക്കിംഗ് ഏരിയ. 2 ഹൈവേ. നമ്മൾ ഈ പോകുന്ന ഹൈവേ ഇതാണ്, നഗോയയിലോട്ട് പോകുന്ന ഹൈവേ. അവിടുന്ന് നേരെ ഒസാക്ക. ഗൈസ്, ഈ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ട് ലെഫ്റ്റിലായിട്ട് കാണുന്നതാണ് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അതിൻ്റെ നകാഷിമ സ്പാലാൻഡ് എന്നാണ് അതിൻ്റെ പേരൊക്കെ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഏഷ്യയിലെ ലാർജസ്റ്റ് എന്താ പറയുക റോളർ കോസ്റ്റർ ആണെന്ന് തോന്നുന്നു. അത് ഭയങ്കര ഹെവി സാധനമാണ്. നമ്മൾ പണ്ട് പോയിട്ടുണ്ട്. ഭയങ്കര ഒരുപാട് മുന്നേ പോയില്ല, ആരോ ചെറുതാവുന്ന സമയത്ത്. ഇവിടെ ജയൻറ്റ് വീൽസ് ഉണ്ട്. റോളർ കോസ്റ്റർ കണ്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്.
അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ സൈഡിൽ സീ എല്ലാം ആയതുകൊണ്ട് താഴോട്ട് അങ്ങോട്ട് വരുന്നതുകൊണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലോട്ട് പോകുന്ന ഒരു ഇമ്പാക്റ്റാണ്. അങ്ങനത്തെ ഒരു വീഴ്ച ആ ഒരു ഫീലിലായിരിക്കും നമുക്ക് ഫസ്റ്റ് പോയിട്ട് ഇറങ്ങുന്നത്. ഇതാണ് അതിൻ്റെ എക്സിറ്റ്. പക്ഷെ നമ്മളിങ്ങോട്ട് ഇറങ്ങുന്നില്ല, നേരെ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ. ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടലിലെത്തി. വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റി. ഇനി സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം. ദിസ് ഈസ് ദ ഹോട്ടൽ. ഓക്കെ, പ്ലാസ എന്താണ് പ്ലാസ ഹോട്ടൽ, എന്തോന്നാണ് അതിൻ്റെ പേര്? ഹോട്ടൽ പ്ലാസ ഒസാക്ക. ഓക്കെ, പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വാ പോവാ. റാണുവിൻ്റെ ബാഗ് എവിടെ? ഓ റാണ, നോ റാണൻ, ഇത് റാണുവിൻ്റെ ബാഗ്. അയ്യോ, അവന് ഇത് വേണമെന്ന്. ഇത് ഞാൻ പിടിക്കാം. അവൻ്റെ ദിസ് ഇസ് യുവർ ബാഗ് റാണ. ഇതാണോ റാണുവിന് വേണ്ടേ? പെട്ടു. ഓക്കെ ശരി. റാണോ കമാൻ, ആ ഫോൺ എടുത്ത് വെച്ച്, ഫോൺ എടുത്ത് വെക്ക്. ഹോട്ടലിൽ കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സ്വിമ്മിംഗ് പൂളും ജിമ്മും എല്ലാം ഉണ്ടായിരുന്നു. നമുക്കൊന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് പോയി നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇപ്പോൾ ഇത് 14th ഫ്ലോറിലാണ്. പോയി നോക്കാം. ആരോ സാഡ് ന്യൂസ് ഉണ്ടല്ലോ. അല്ല 16 എബോവ് മാത്രമേ പൂളിലും ജിമ്മിലും കയറാൻ പറ്റുള്ളൂ. അല്ല, അവിടെ വന്നിട്ട് ടിക്കറ്റ് മേടിക്കാൻ തോന്നുന്നു. ഫ്രണ്ടിലുണ്ടോ അവർക്ക് അറിയാലോ ഏജ്. നമ്മൾ ഓക്കെ യെസ്, നൈസ് റൂം. ടേക്കിംഗ് ദ വീഡിയോ. ആ, ചെറിയ റൂമാട്ടോ. അതെ, ഓക്കെ. ഇത് യെസ് യെസ് യെസ്. ആ, ഇറ്റ്സ് ഓക്കെ ആണോ? ജസ്റ്റ് കൊള്ളാം. ഒസാക്കയിൽ ഇത്രയും. ഓ, ഇവിടെ അടുത്ത് കടലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റൂമിലെത്തി. നേരത്തെ ഞാനില്ലായിരുന്നു. ഇപ്പൊ ഇനി ഇത് കിട്ടുമെന്ന് അറിയില്ല, എത്രത്തോളം ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പം ഈ റൂം ടൂർ ബൈ സാജൻ എത്ര ഉള്ളൂ? കയറുമ്പോൾ തന്നെ ഷവർ റൂമൊക്കെ നോക്കാം. ഷവർ റൂം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ 2 ദിവസം അവിടെ ആയിരിക്കും. ഹലോ ഗൈസ്, നമ്മൾ മിതോസുജി എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലാണ്. ഇത് കുറച്ച് പോഷ് സ്ട്രീറ്റാണ്. ഒരു 4 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം ഒരു സൈഡിൽ നിന്ന്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ഏകദേശം മിഡിൽ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ടാക്സിയിൽ വന്ന് ഇറങ്ങി. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഏകദേശം കുറേയൊക്കെ ഓഫീസിൻ്റെ സ്പേസുകളാണ്, പിന്നെ ബിസിനസ് ഏരിയാസാണ്. പിന്നെ ഇങ്ങനെ വന്ന് ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് പകുതിയിൽ നിന്ന് അങ്ങോട്ടൊരു ഫാഷൻ സ്ട്രീറ്റ്സാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫാഷൻ സ്ട്രീറ്റിലൂടെ വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെനിക്കൊന്ന് ടോക്കിയോയിലൊക്കെ ഉള്ള മറ്റേ ഗിൻസയുടെ ഒരു ചെറിയ വേർഷനാണ് ഇത്. പക്ഷേ ഭയങ്കര നീളമുണ്ട്, 4 കിലോമീറ്റർ ഉണ്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ എത്താൻ വേണ്ടിയിട്ട്. ഇത് നേരെ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ നടക്കുന്ന ഡയറക്ഷനിൽ നേരെ പോയി കഴിഞ്ഞാൽ അടുത്തത് ഗൗതംപുരി എന്ന് പറയുന്ന സ്ട്രീറ്റാണ്. അത് കുറച്ചും കൂടി ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള സ്ട്രീറ്റുകളാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നേരെ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി നല്ല രസമുള്ളൊരു പ്രാഡയുടെ ആഡ് ഉണ്ട്. നമ്മൾ ഒരു പ്യൂമയുടെ ഷോറൂമിലാണ് വെറുതെ ഒന്ന് കണ്ടപ്പോൾ കയറിയത്. അപ്പോൾ ആരവിന് ഒരു ഷൂസ് കണ്ടു, ഒരു ഗോൾഡൻ കളറിൽ. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവൻ്റെ സൈസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് ആരവ് ഷൂസ്? കൊള്ളാമോ? എൻ്റെ അമ്മ, ഇതൊരു രക്ഷയില്ലാത്ത ഷൂസാണ്. ഗോൾഡൻ കളർ എന്തൊക്കെയോ എഴുതിയിട്ടില്ല, അപ്പൊന്നൊക്കെ എഴുതി. അതിൻ്റെ സൈസ് അതുകൊണ്ട് ടൈറ്റാണോ അവര്? മറ്റോ കൂടി ഒന്ന് ട്രൈ. അതിൻ്റെ പേരൊന്ന് ഓക്കെ, അതിൻ്റെ പേരെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓരോ നമ്മൾ ഇവിടെ വരുമ്പോഴാണ്, ഇങ്ങനത്തെ ഷോറൂമിൽ വരുമ്പോഴാണ് അതിൻ്റെ വെറൈറ്റീസ് കാണാം. സാധാരണ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആകെ ഒരു ബേസിക് സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. ഇഷ്ടപ്പെട്ടോ? മേടിക്കാം. ഇത് ഞങ്ങൾ രാത്രിയായി സെയിം മിതോസുജി സ്ട്രീറ്റിലാണ്. ഇത് ഇപ്പുറത്ത് പ്രാഡ, ലൂയിസ് വിറ്റൻ, അടിപൊളി, നല്ല ലൈറ്റിങ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്, സൂപ്പർ.
എവിടെ നിന്നൊക്കെ മ്യൂസിക് എല്ലാം കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഈ കാറിൽ നിന്നാണോ അത് പുറത്താരെങ്കിലും പാടുന്നുണ്ടോയെന്ന് അറിയില്ല. മൈക്കിൾ കോഴ്സ് എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും ഇവിടെ ഉണ്ട്. രാത്രി ആയതുകൊണ്ട് നല്ലൊരു ആംബിയൻസും ഉണ്ട് ഇവിടെ നടക്കാനാണെങ്കിലും. നല്ല നമ്മൾ ഇപ്പം നിൽക്കുന്നത് ദോത്തോംപൊരി എന്ന് പറയുന്ന സ്ട്രീറ്റിലാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ്, ലോക്കൽ ഫുഡെല്ലാം കിട്ടുന്ന സ്ട്രീറ്റാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു കനാല് മാതിരി ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ആളുകൾ നടക്കാം. അതുമാതിരി ഇതിൽ ബോട്ട് സർവീസും ഉണ്ട്. ബോട്ട് സർവീസ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് സ്ട്രീറ്റ് ഫുഡിനാണ്. അതിൻ്റെ ആളുകളൊക്കെ പുറത്തിരുന്നിട്ട് ബിയറും. പിന്നെ ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് തക്കോയാക്കിയും ഒക്കോണോമിയാക്കിയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഗ്ലിക്കോഡ ഈ ഒരു ഇത് കണ്ട് ഇത് ഭയങ്കര ഫേമസാണ്. അത് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ ദോത്തോംപൊരി സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്നത് ഈ ഒരു ഇമേജ് ആയിരിക്കും. ഇവിടെ വന്നിട്ട് എല്ലാവരും ഫോട്ടോസെല്ലാം എടുക്കണം. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് വിചാരിക്കുന്നു. നൈറ്റിൽ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എവിടെ നിന്ന് നോക്കി വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ നോക്കാം. നല്ല രസമായിരിക്കും. ഈ ഒരു ഇതിലൂടെ മൊത്തം ഇങ്ങനെ പോകുന്നുണ്ട്. അറിയാത്ത ഗോസായിമാസ്, താങ്ക് യു. ഞങ്ങൾ ക്രൂസ് ഓക്കെ, ഞങ്ങൾ ക്രൂസിൻ്റെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അവരുണ്ട് കാർ സ്റ്റോപ്പ്. ഓക്കെ, സോ വാട്ട് ടൈം ഇസ് ദ നെക്സ്റ്റ് വൺ? 8:10. Okay, yeah, now it's 8 o'clock. Okay, thank you. ഹായ്, നമ്മളിങ്ങനെ കയറാൻ പോകുന്ന ക്രൂസാണിത്. ഇതുണ്ട് INDY ക്രൂസ്. കുറച്ച് ചെറുതാണ്, പക്ഷേ കുറച്ച് ലക്ഷറി ആണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഞങ്ങളിനി ദോത്തോംപൊരി സ്ട്രീറ്റിലൂടെ ക്രൂസിലൂടെ ഇങ്ങനെ കറങ്ങാണ്. ലക്ഷറിയാണ്, കൈയൊക്കെ വെച്ച്. അത് ഭയങ്കര അടിപൊളി കേട്ടോ. ഇല്ലേ, സൂപ്പർ. അങ്ങനെ ഓഹാ സൂപ്പർ. 20 minutes ആണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ. ഓ, Don Quixote. All discount shopping mall. Oh. The next bridge on the street is Illumination Street. The next bridge is Osaka best photo spot. The left side of this Langu Mountain, Gurico sign. Okay. Gurico is Japanese chocolate maker. ചോക്ലേറ്റ് മേക്കർ. ഓക്കെ. Pocky. Pocky maker is Gurico. നമ്മൾ ആക്ച്വലി സാന്താ സിറ്റിയിലാണ്. നമ്മൾ ഒരുപാട് കാലം സ്പെൻഡ് ചെയ്ത ഒരു സ്ഥലമാണ്. അപ്പാർട്ട്മെൻറ്റ് നമ്മൾ പാസ് ചെയ്തു, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ബാക്കി ആ സാന്താ സ്റ്റേഷൻ അടുത്തുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ടോ, എന്താണ് വാൻസാന. ഇവിടെ നമ്മൾ സ്ഥിരം പാർട്ടി നടത്തിയ സ്ഥലമാണ് വാൻസാൻ. ഇറ്റാലിയൻ കിച്ചണോ ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയാ? ഇത് നമ്മുടെ ഈ ഹോട്ടലിൻ്റെ പേര് എന്തായിരുന്നടാ? ഹോട്ടൽ മെലക്സ്. ഇവിടെ ഇരുന്ന് മെയിൻ ഹോട്ടൽ. ഇവിടെ ഇരുന്ന് എല്ലാവരും ഒന്ന് താമസിക്കുക ബിസിനസ് ട്രിപ്പിന് വരുമ്പോൾ. നമ്മളെ സാന്താ സ്റ്റേഷൻ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സ്റ്റേഷനാണ്. നമ്മളെല്ലാ ദിവസവും ഓഫീസിൽ പോയി വന്നിരുന്ന്. ഇതെന്തായിരുന്നു ആദ്യത്തെ പേരെന്തായിരുന്നു ഇതിൻ്റെ ഈ ബിൽഡിംഗ്? കിപ്പി മോൾ. ഇപ്പോൾ അത് വേറെ എന്തോ ഒരു പേരാണ്. ഇപ്പം എന്തോ ഒരു സാന്താക്കിയുമായ എന്തോ ഒരു സാധനമാണ്. കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആരോ പോയിരുന്ന ഹൊയ്ക്കുവനോ യോച്ചിയാനോ? ഹൊയ്ക്കുവൻ ഇവിടെ ആയിരുന്നു. ഈ റൈറ്റ് സൈഡിലുള്ള ആ ബിൽഡിങ്ങിൻ്റെ അകത്തായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്താണ് വിയ ഡെ ഫ്രാൻസ്. ഞങ്ങൾ അങ്ങോട്ട് പോകാനും കൂടിയാണ് വരുന്നത്. നമ്മൾ എവിടെ വണ്ടി പാർക്ക് ചെയ്യാം? ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതെന്ത് ഒയാസിസ്. ഓക്കെ, ഇത് ഒയാസിസ്. ഇതിൻ്റെ അകത്ത് വിയ ഡെ ഫ്രാൻസ് ഇപ്പോഴും ഉണ്ടാരോ? നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണ്ടോ നോക്കാം. വിയ ഡെ ഫ്രാൻസ് അവിടെ ഉണ്ടോ നോക്കാം. അങ്ങനെ പോകാൻ ഇവിടെ ഒരു പാർക്കിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ മാക്സിമം എത്ര 30 100 തന്നെ ഉള്ളു. ഭയങ്കര ചീപ്പാണ്. ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലമാണ് സാന്താ സിറ്റി, ഹ്യോഗോ പ്രിഫെക്ചറിൽ ഓസാക്കയിൽ. അവിടെയുള്ള സ്ഥലത്ത് ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം വന്ന് വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ അവിടുത്തെ ഷോപ്പിംഗ് മോളിലും ഞങ്ങൾ പണ്ട് മേടിച്ചിരുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിരുന്ന ഷോപ്പിലൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ പ്രൈസൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നാൽ. പ്രൈസ് ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി വന്നതല്ല, വന്നപ്പം ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആരോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ വരാൻ. ബിക്കോസ് ആരോ ജനിച്ച് വളർന്ന സ്ഥലമാണ് അവിടെ. അവൻ ഇവിടെയാണ് ജനിച്ചത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് സാന്താ എന്ന് പറയുന്നത്. അല്ലേ ആരോ?
അപ്പോൾ ആരോനും ഈ സ്ഥലത്തൊക്കെ അവൻ പണ്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കോബയിലുള്ള സാന്ധ്യത്തിനുള്ള കോബെ അഡ്വൻറ്റിസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് അവിടെയാണ് അവൻ ജനിച്ചതൊക്കെ. അപ്പോൾ അത് തന്നെ അവിടെ വരുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. എന്തായാലും അവിടെ വരണം. അതുകൊണ്ട് മാത്രമേ ഞങ്ങൾ വന്നത്, അല്ലെങ്കിൽ ഒസാക്കയിൽ നിന്ന് തിരിച്ചു പോയിരുന്നു. എന്തായാലും ഒന്നും കൂടി ഒന്ന് കവർ ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ലിക്കർ കോർണർ. ഇവിടെ ഇതെല്ലാം വൈൻ്റെ സെക്ഷനാണ്. വൈൻ ഫുൾ വൈനാണ്. വൈൻ ഇതൊക്കെ വൈൻ്റെ ഒരു കോർണറാണ്. ഇപ്പോൾ ഇവിടുന്ന് മേടിച്ച് കഴിച്ചാൽ നമുക്ക് മറ്റേ കഴിക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ പോയിട്ട് മറ്റാ ഇതാണ് നമ്മൾ തക്കോയാക്കി സ്ഥിരം മേടിച്ചിരുന്നൊരു സ്ഥലമാണ്. ഇവിടെയും ഒരു തക്കോയാക്കി ഉണ്ടാക്കും. അപ്പോൾ ഇവിടുന്ന് ചൂടോടെ നമുക്ക് തക്കോയാക്കി ഉണ്ട്. ഇതാണ് തക്കോയാക്കി ഉണ്ടാക്കുന്നത്. കണ്ടോ, നമ്മൾ സാന്തയിലെ കിറ്റി മോളിലെ 6th ഫ്ലോറിൽ ഇവിടെയാണ് കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് സെൻറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ജാപ്പനീസൊക്കെ പഠിക്കാനും പിന്നെ ഇവിടെ ലൈബ്രറി ഉണ്ട്. പിന്നെ ഇതൊരു ഫുഡ് കഴിക്കുന്ന കോർണറാണ്. അവിടെ വന്നിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കും. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ സാന്ത സിറ്റിയുടെ അല്ലെങ്കിൽ സാന്ത സ്റ്റേഷൻ്റെ ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ ആണ്. ചുറ്റുവട്ടത്ത് ഫുൾ ഈ സാന്ത എന്ന് പറയുന്നത് മൊത്തം മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ഹോട്ടലാണ് കാണുന്നത്, മെലക്സ്. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് വരാറുള്ള കോഫി ഷോപ്പ്. ഇവിടെ വിയ ഡെ ഫ്രാൻസ്. ഇവിടെ ആരോവിൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡുള്ളത് ഒരു മഫിൻ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് സ്ഥിരം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എടുക്കല്ല, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കഴിക്കാൻ. അപ്പോൾ ലഞ്ച് കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാം കേട്ടോ. ഇവിടെ നിന്നാണ് സ്ഥിരം നമ്മൾ എല്ലാ ദിവസവും അവനെ വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ ആരോവിൻ്റെ ഹൊയ്ക്കോനും താഴെ ഈ ഷോപ്പ് തന്നെ എല്ലാ ദിവസവും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം മേടിക്കുകയാണ്. പിടിച്ച് ഏതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലെങ്കിലും ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വെച്ചു. എന്തായാലും ട്രാവൽ ചെയ്യാനുള്ളതല്ല. ഇതേതാണ് ചേട്ടൻ്റെ ഹൊയ്ക്കുവാൻ മുകളിലായിരുന്നു. ചേട്ടൻ്റെ സ്കൂൾ മുകളിലായിരുന്നു. നോക്ക്, ചേട്ടൻ്റെ സ്കൂൾ ഇവിടെ ആയിരുന്നു. നമ്മളിപ്പം സാന്തയിൽ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ സാന്ത സിയാക്ഷോ സിറ്റി ഓഫീസ്, ഗവൺമെൻറ് ഓഫീസാണ്. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഒക്കെ ഇവിടെ നിന്ന് ചെയ്യാം. ഇത് കുറച്ചും കൂടി റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റിനോവേഷൻ നടത്തിയെന്ന് തോന്നുന്നു. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മിത്സുബിഷി ഇലക്ട്രിക് സാന്ത വർക്ക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു 8-9 വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫീസിലാണ് നമ്മൾ സ്ഥിരം വരാറും പോവാറും ഒക്കെ. ഈ റെയിൽവേ ക്രോസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ക്വസ്റ്റൻ്റെ ഓഫീസായിരുന്നു. ഈ ഫസ്റ്റ് കാണുന്ന മുകളിലത്തെ ബിൽഡിങ്ങിൽ ടെമ്പററി ആയിട്ടുള്ള ഓഫീസായിരുന്നു. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ പാർട്ടിയൊക്കെ നടത്തുന്ന സ്ഥലമാണ്. പാർട്ടി മീൻസ് ഒഫീഷ്യൽ സംഭവങ്ങൾ മാത്രം. ഇതാണ് അതിൻ്റെ ഓഫീസ്, ഫ്രണ്ട് ഓഫീസ്. മിത്സുബിഷി ഇലക്ട്രിക് കാണണ്ട. പിന്നെ ഇവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോർ അതൊക്കെ എപ്പോഴും ഉണ്ട്. ഇതാണ് മിത്സുബിഷി ഇലക്ട്രിക്കിൻ്റെ ഒരു ഫ്രണ്ട് ഗേറ്റ്. ഇതാണ് നമ്മുടെ ഓഫീസ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം അതേമാതിരി തന്നെ ഉണ്ട്, ഒരു ചേഞ്ചും ഇല്ല. ഇതിങ്ങനെ ഏകദേശം 1 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് അധികം ഉണ്ട്. അങ്ങനെ പരന്ന് കിടക്കുക. ബാക്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഒരുപാട് കാലം വർക്ക് ചെയ്തത്. ഞങ്ങളിവിടെ ഒരു കോബെ ബീഫൊക്കെ കഴിക്കാൻ പറ്റുന്ന കിട്ടുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കോബെ ഹിമാവരി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഓഫീസ് ഇതൊക്കെ മിത്സുബിഷിയുടെ ഓഫീസാണ് കാണുന്നത്. ബാക്ക് സൈഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇടയ്ക്ക് ലഞ്ചിന് ഇങ്ങോട്ട് വരും. അതുമാതിരി ഡിന്നറും ഒക്കെ ഇവിടെ പാർട്ടി ഉണ്ടാവാറുണ്ട്. ഇവിടെ ഫുൾ ബീഫും കാര്യങ്ങളൊക്കെ ആയിട്ട് കോബെ ബീഫ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാനിരിക്കുന്ന റിസർവേഷൻ നോക്കി ഇല്ല കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കും. ഇനി ഇവിടുന്ന് ടോക്കിയോയിലോട്ട് പോകണം. അപ്പോൾ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ കഴിച്ചിട്ട് പോകാമെന്നിരിക്കുന്നു. ഞങ്ങളൊരു പാർക്കിംഗ് ഏരിയയിൽ വീണ്ടും തിരിച്ച് ഓസാക്കയിൽ നിന്ന് ടോക്കിയോയിലോട്ട് പോകുന്ന വഴി ഒരു പാർക്കിംഗ് ഏരിയയിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. വൈകിട്ട് 7 മണിയായി. ഇരുട്ടായിട്ടില്ല, ഇരുട്ടേ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ നോക്കും മലകളിലൊക്കെ മിസ്റ്റ് ഇങ്ങനെ ഇറങ്ങി ഒന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോഴും ഇതേ അവസ്ഥയാണെന്ന് തോന്നുന്നു. ഈ സമയത്ത് അങ്ങനെ ഉണ്ടാവാറില്ല. നല്ല കിടലം ഒരു ഊട്ടി കൊടൈക്കനാലൊക്കെ പോയൊരു ഫീല്. ഈ പാർക്കിംഗ് ഏരിയയിലൊക്കെ ഉണ്ട്. ഇത് ഗോമി ഇടാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സ്പേസുകൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗോമി ബോക്സ് എല്ലാം ഭയങ്കര ക്ലീനാണ്. സെറ്റപ്പാക്കി അതിൻ്റെ അകത്ത് ഫുഡിൻ്റെ കോർണറാണ്. അവിടെ ഭയങ്കര സ്പേഷ്യസ്. അത് കുറേ ഉള്ളിലോട്ടല്ല.
പിന്നെ വലിയ ട്രക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അത്, കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അത്. ഓ ഇത് ടോയ്ലറ്റ്സൊക്കെ നോക്ക്, ഗ്ലാസ് സൂപ്പർ. ഇതിൻ്റെ അകത്ത് ഒരു അല്ലേ, ഇത് നല്ല സൂപ്പർ ടോയ്ലറ്റ്സ് ആണ്. ഞാൻ ഓഫ് ചെയ്യാം, അകത്ത് കയറുന്നതിന് മുന്നേ ഓഫ് ചെയ്യാം. ഇത് അഡൽട്സ്, ശരി, ഇത് മെൻ, ഇത് വുമൻ. ഓക്കെ, ഞാൻ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇതൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത്. ഇത് റെക്കോർഡ് സ്റ്റോപ്പായില്ല. ഇവിടെ ആക്ച്വലി ഏതൊക്കെ ടോയ്ലറ്റ്സ് വാക്കൻ്റ് ആണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫുള്ളാണോ വേക്കൻ്റ് ആണോ ഇതുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നത് ഫുള്ളാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി ഈ സൈഡിൽ ഫുള്ളായി, ഇവിടെ വേക്കൻ്റ് ആണ് ലെഫ്റ്റ് സൈഡിൽ. കൊള്ളാം, അടിപൊളി സെറ്റപ്പ്. ഇതുപോലെ ഒരു കമ്പ്യൂട്ടറൈസ് ചെയ്തിരിക്കുക. ഇവിടെ ഇവിടെ ഒരു ഡെമോ കാർ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഇതൊരു സ്പോർട്സ് കാർ, അത് ടൊയോട്ടയുടെ യാരിസ് GR. വാവ്. ഇതിൻ്റെ അകത്ത് ഇതൊരു സ്പോർട്സ് അല്ലേ, ഇത് HK സ്കൈലൈൻ. ഇത് എന്തൊക്കെയോ റേസിംഗ് കാറാണ് കേട്ടോ. അത് റേസിങ്ങിൻ്റെ ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇത്. നൈസ്. വാവ്, നോക്ക്, അടിപൊളി. ബാക്കൊന്ന് അവിടെ ഒന്ന് റേസിംഗ് ബൈക്സ് ഉണ്ട്. വാവ്. ആപ്രിലോ ഇത് മോഡല് ആപ്രില എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. പക്ഷെ സംഭവം ഒരുമിച്ച് നോക്കട്ടെ. ആപ്രില ഇത് ഞാൻ കഴിച്ച വല്ല യമഹയോ മറ്റോ ആയിരിക്കും. അവിടുത്തെ വെൻഡിങ് മെഷീനാണ് കേട്ടോ. അവിടെ ഓരോ പല ഡ്രിങ്കുകളിൽ നമുക്ക് എടുക്കാം. ഇതെന്താ പറയുക ഇതിൻ്റെ അകത്ത്? ഇത് ചോക്ലേറ്റ്സ് ആണോ? കോഫി. സോറി, ഇത് കോഫിയാണ്, പല ടൈപ്പ് ഓഫ് കോഫി. ഇത് ഡ്രിങ്ക്സ് ആണ്. ഓക്കെ, നമുക്ക് കോയിൻ ഇട്ടിട്ട് സാധനം എടുക്കാം. ഹലോ ഗൈസ്, നമ്മൾ ഫൈനലി ടോക്കിയോയിൽ എത്തി. ടോക്കിയോ സിറ്റിയിലൂടെയാണ് അപ്പം ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ടോക്കിയോ സിറ്റി മേജർ സ്പോട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റിലാണ്. ഇത് ഏകദേശം ഒരു 9 o'clock ആയി, 9 PM. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഇതാണ് റെയിൻബോ ബ്രിഡ്ജ്. ഭയങ്കര കളർഫുള്ളായിട്ട് രാത്രി ലൈറ്റെല്ലാം മാറും. അതിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ച ചിലപ്പോൾ അതിലൂടെ കിട്ടില്ല എന്ന്, പക്ഷെ അതിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം റെക്കോർഡ് ചെയ്യാം. ഇതാണ് റെയിൻബോ ബ്രിഡ്ജ്. ഭയങ്കര സൂപ്പറാണ്. ഇപ്പോൾ ഇത് ഭയങ്കര ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. രണ്ട് സൈഡിലും ടോക്കിയോയുടെ ഒരു മേജർ ഏരിയയാണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. രാത്രിയെല്ലാം ഇത് മാത്രം കാണാനും ഇതിൻ്റെ ആ സൈഡൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആളുകൾ വരാറുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കളേഴ്സ് മാറും. അതുകൊണ്ടാണ് റെയിൻബോ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നല്ല സിറ്റിയുടെ ഒരു വ്യൂ ഉണ്ടോ? ടോക്കിയോ സിറ്റി വ്യൂ. നമ്മൾ പകലെല്ലാം ഇതിലൂടെ പോകാറുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് നൈറ്റ് വ്യൂ ആണ്. ഇതിൽ ഞാനിപ്പോൾ ഇത് നമ്മുടെ റീബാൻ മെറ്റ AI ഗ്ലാസ്സിലാണ്, സൺഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് നോക്കാം. ഇത് ഫസ്റ്റ് ടൈമാണിത് റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു നൈറ്റ് വ്യൂവിൽ. ജസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതാണ് ടോക്കിയോയുടെ ഒരു വ്യൂ. Please go straight on in 1 kilometer at Ariake Junction. അങ്ങനെ നമുക്ക് ഇനി ഒരു 6 kilometers കൂടി ഉള്ളൂ. നമ്മൾ ആ ഹൈവേയിൽ നിന്ന് ഇപ്പോൾ താഴോട്ട് ഇറങ്ങും. ഓസാക്കയിൽ നിന്ന് കയറിയതാണ് ഹൈവേയിൽ. ഇപ്പോഴാണ് നമ്മുടെ വീട്ടിൽ നിന്ന് എനിക്ക് 2-3 kilometers മുന്നേ നമ്മളിപ്പോൾ ഇറങ്ങും. പിന്നെ ആ കാണുന്നതാണ് സ്കൈ ട്രീ. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ലൈറ്റ് കറങ്ങുന്നതുണ്ടോ. പിന്നെ ഇത് അരക്കവ എന്ന് പറഞ്ഞ റിവറാണ്. അത് നേരെ പോയിട്ട് അവിടെ കടലിൽ ജോയിൻ ചെയ്യും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അതങ്ങനെ ടോക്കിയോ സൈഡ്. ഈ റിവറിൻ്റെ ഇപ്പുറത്തുള്ളത് ടോക്കിയോയിലെ പോർഷൻ തന്നെയാണ്, പക്ഷെ എന്നാലും വേറെ ഇച്ചിരി ഇങ്ങോട്ട് മാറിയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ വേറെ അടുത്ത പ്രിഫെക്ചറാണ്, കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മളെല്ലാവരും ടോക്കിയോ പ്രിഫെക്ചറിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും ഇച്ചിരി കൂടി ഉള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ഞങ്ങൾ ഇപ്പോൾ നേരെ ഇനി ഇവിടുന്ന് ഫുഡ് മേടിക്കാൻ പോവാണ്. നമ്മളൊരു ഇന്ത്യൻ
റെസ്റ്റോറൻറ്റിൽ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണി ഓർഡർ ചെയ്ത് ബിരിയാണി മേടിച്ച് വീട്ടിൽ പോയി. നമ്മൾ ഏകദേശം ഒരു ഇപ്പം 9-10 ആയി. ഒരു 9 ഓക്കെ ഒക്കെ മേടിച്ച് വീട്ടിലെത്തുമ്പോൾ 9:30 ആവുമായിരിക്കും. Traffic merging. അപ്പോൾ ഗൈസ് ഐ തിങ്ക് ഇറ്റ് സീംസ് ടു ബി എ വെരി ലോങ് വീഡിയോ. ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ അങ്ങനെ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് നമ്മളുടെ റോഡ് ട്രിപ്പ് അങ്ങനെ ഇവിടെ ഫിനിഷ് ആവുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഇതെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്നത് Here to exit. Ray-Ban Meta AI സൺഗ്ലാസ് വെച്ചിട്ടാണ്. അപ്പം ഇതിൻ്റെ ഇത് HD ആണ്, HD അല്ലാന്ന് തോന്നുന്നു. HD ആണ്. ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സും കൂടി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ള എല്ലാം ഈ ഒരു വീഡിയോയിൽ കാണാം. ഇത് കുറച്ച് നല്ല വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വീഡിയോ റെക്കോർഡിങ് കംപ്ലീറ്റ് ഇതിൽ നിന്ന് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമുക്ക്. പിന്നെ ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിത്തൗട്ട് എനി എന്താ പറയുക ടെൻഷനോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻട്രാക്ഷൻ ഇത് വേറെ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ എടുക്കണം, പിന്നെ അതെടുക്കണം, സ്റ്റോപ്പ് ചെയ്യണം, ഡ്രൈവിങ്ങിന് ഡിസ്ട്രാക്ഷൻ വരും. ഇതൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. എല്ലാ വ്യൂ ഇങ്ങനെ കാണുകയും ചെയ്യാം. എന്തായാലും സംഭവം സൂപ്പറായി. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അനു, ഞാൻ തിരിയാൻ പറ്റുന്നില്ല, ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ ബൈ, താങ്ക് യു, ബൈ.